ഹലോ, ഇന്ന് ഞങ്ങൾ ലുലു മാൾ വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇത്ര ദിവസം ഞങ്ങൾക്ക് സ്കൂളിൻ്റെ പർച്ചേസിങ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ സ്കൂൾ തുറന്ന ദിവസമാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോണത്. അതെ ഗൈസ്, ആരാടാ അവിടെ വായി കൊണ്ട് കാണിക്കുന്നത്? അപ്പോൾ പോവല്ലേ നമ്മള്? ഓക്കേ, അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ലുലു മാൾ എത്താറായി. ഗൈസ്, നമ്മൾ ലുലു മാൾ എത്താറായി. ഗൈസ്, നമ്മൾ കയറാണ്. എറണാകുളത്തൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് പാലക്കാട് ഒരെണ്ണം വരണം എന്നുള്ളത് കുറെ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പാലക്കാട്ടുകാർ പല അമിനിറ്റീസും ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ ലുലു പോലെയുള്ള ഒരു സംരംഭം പാലക്കാട് വരുന്നത്. അതിന് നമ്മുടെ MA യൂസഫലി സാർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പാലക്കാട്ടിലെ ഇതുവരെയുള്ള വേറെ ചെറിയ ചെറിയ മാളുകൾ കണ്ടിട്ടുണ്ട്. ഇതെന്തായാലും ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്. വെറൈറ്റി ഷോപ്പ് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വളരെ അത്യാവശ്യമായിരുന്നു. താങ്ക് യു ഫോർ ലുലു ടീം. അപ്പോൾ ഇതാണ് നമ്മുടെ ലുലു മാള്. കുറേ വീഡിയോസ് വന്നിട്ടുണ്ടാവും എന്നൊക്കെ അറിയാം. എന്നാലും ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നവരെ കാത്ത് നിൽക്കുക. അവരെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക. അങ്ങനെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് പിന്നെ കയറുന്നത്. ജസ്റ്റ് ഇവിടെ കുറേ ഗിഫ്റ്റ്സ് കിട്ടുന്ന സ്ഥലം കേട്ടോ. നല്ല രസമുണ്ടാവും. ഫ്രെയിംസാണ് കംപ്ലീറ്റ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ എടുക്കാനായിട്ട് പോവുക. ജസ്റ്റ് മോൻ്റെ സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഒന്ന് എടുത്തു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ നാത്തൂൻ്റെ മോനെ വിളിച്ചിട്ട് നിനക്ക് ടിഫിൻ ബോക്സ് വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് തിരിച്ച്, ഞാനിപ്പോൾ വലിയ കുട്ടിയായി, സ്കൂളിൽ പോണ കുട്ടിയല്ല, ഞാനിനി കോളേജിലേക്കാണ് പോണത്, എനിക്ക് ടിഫിൻ ബോക്സ് ഒന്നും ഇനി ആവശ്യമില്ല എന്നൊക്കെ. അയ്യോ, ഞങ്ങളത് കേട്ടിട്ട് കുറച്ച് ചിരിച്ചു. പിന്നെ ഇത്രയ്ക്കൊക്കെ വലുതായോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചു. അങ്ങനെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ നീ പോ ഞാൻ പോ എന്നുള്ളൊരു തർക്കമായിരുന്നു അവിടെ. അവസാനം അവൻ തന്നെ പോയി. ഷാനുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രോളി പിടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവൻ പിടിച്ചോളും. അവന് നല്ല ഇഷ്ടമാണ് പിന്നെ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല.
നമ്മൾ ഫ്രീ ആയിട്ട് നടന്നാൽ മതി. പിന്നെ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് ലുലു മാളിൻ്റെ ഭാരവാഹികൾ ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഇടപാടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരിനെ ഒന്ന് അറിയിക്കേണ്ടതാണ്. ആ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ഭയങ്കര സ്മെല്ലാട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കത് ഭയങ്കര ഇറിറ്റേഷനാണ് ആ ഒരു ഭാഗത്തുകൂടെ നടന്നു പോകാനായിട്ട്. അതൊന്നൊന്ന് ക്ലിയർ ചെയ്യണം, ഒരു റിക്വസ്റ്റാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ലുലു മാളിൽ അധിക ടൈം നിൽക്കാനുള്ള ടൈമൊന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മോന് 5:15 മദ്രസ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ അവിടെ എത്തണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല വെള്ളദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ശരി എന്നാൽ പിന്നെ ഒരു സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിർത്തിയപ്പോഴാണ് നാത്തൂൻ്റെ കൂടെ കാറ്ററിംഗ് സർവീസിന് പോകുന്ന പയ്യനാണ് അവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലായത്. പിന്നെ അവർ കുറേ സംസാരിച്ചു. അങ്ങനെ അവൻ മോന് കുലുക്കി സർബത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൻ ഭയങ്കര നല്ലോണം അതിനെ കുലുക്കുന്നുണ്ട്. നല്ല കുലുക്കണത്. അപ്പോൾ ഇവൻ കാറ്ററിംഗ് സർവീസിനൊക്കെ പോകുമ്പോൾ ഇത് കല്യാണത്തിന് വന്നിട്ടുള്ള പല ആൾക്കാരും ഇത് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഇവൻ ശരിക്കും അന്ന് പണിയെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നാത്തൂൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫേസ് മൊത്തം വീർത്തതുപോലെയായി. കാരണം ഒരുപാട് ടൈം അവൻ ഇതേ സ്റ്റൈലിൽ നിന്നിട്ട് ഫേസും കഴുത്തിൻ്റെ അവിടെയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് വീർത്തതുപോലെ അത്രയും അവൻ റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നല്ല സങ്കടം തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മദ്രസൻ്റെ ടൈമായി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് വന്നു. അങ്ങനെ മോനെ മദ്രസയ്ക്ക് വിടാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എൻ്റെ സ്കൂളാണ് കേട്ടോ. പണ്ട് ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അതൊരു നൊസ്റ്റാൾജിയ. അത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇത് വരും, ഒരു നൊസ്റ്റാൾജിയ അല്ലേ. അങ്ങനെ ഇതൊക്കെ മദ്രസയ്ക്ക് പോകുന്ന പിള്ളേരാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിമുക്കെത്തി. ഇവിടെ സെൻറ്ററിൽ തന്നെ ദേ കാണുന്ന പള്ളിയിലാണ് അവൻ പോണത് മദ്രസയ്ക്ക്. പിന്നെ പള്ളിമുക്കിൽ സെലക്ട് എന്ന് കാണുന്ന ചെരുപ്പ് കട അതെൻ്റെ ബ്രദറിൻ്റെയാണ് കേട്ടോ. അങ്ങനെ മദ്രസയിലെത്തി. കുട്ടികളൊന്നും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്, എത്തുന്നേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നു. കാരണം ഇത്ര ദിവസം മോർണിംഗിലായിരുന്നു മദ്രസ. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ഈവനിങ് ടൈം വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഷാർപ്പ് ടൈമിങ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ശരി എന്തായാലും ഒരു 5-5:15 ആകുമ്പോഴേക്ക് എത്താമെന്നുള്ള ബേസിലാണ് വന്നത്. നോക്കുമ്പോൾ കുട്ടികളധികം ആരും എത്തിയിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഇനി നിസ്കരിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഞാനും കൂടെ പോയി നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അങ്ങനെ അവനെ വിട്ടു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അത്ത പുറത്ത് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്ന് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചീര വാങ്ങിച്ചത് ഒരു കെട്ട് വീട്ടിലോട്ടും ഒരു കെട്ട് കരിപ്പോട്ടിലോട്ടും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് നോക്കി 2 കെട്ട് വാങ്ങിച്ചായിരുന്നു. അതിലൊരു കെട്ട് ചീര കാണാനില്ലല്ലോ, റോഡിൽ പോയി. അത് ആർക്ക് കിട്ടിയതറിയില്ല. അങ്ങനെ ഞങ്ങൾ ശരി ഷാരൂര് കുറച്ച് ടിഫിൻ ബോക്സും അതൊന്നും അവിടെ നിന്ന് വാങ്ങിക്കാനുള്ള ടൈം കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ടിഫിൻ ബോക്സും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഒരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചു. പിന്നെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ വരുന്നൊരു കോളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സീനറി നല്ല രസമുണ്ടായിരുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ
ജസ്റ്റ് മിസ് എന്ന് പറയുന്നത് പോലെ കറക്റ്റ് ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് മഴ ശരിക്കും തുള്ളിയിട്ട് തുടങ്ങിയത്. അപ്പോൾ അതുവരെ ഇതായിരുന്നു മഴക്കാറിൻ്റെ അവസ്ഥ. നല്ലോണം മഴക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട് കയറിയതും നല്ല മഴ പെയ്തു. അപ്പം ഞങ്ങൾ ഭാഗ്യം എന്തായാലും നനഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.